സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി കൊല്ലം ജില്ല. വിവിധ ജില്ലകളിൽ നിന്നായി എത്തുന്ന കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കലക്ടർ NV ദേവിദാസ് പറഞ്ഞു. വെല്ലുവിളിയായിരുന്നു മാലിന്യ നിർമ്മാർജ്ജനത്തിന് കാര്യക്ഷമമായ സംവിധാനം ഒരുക്കിയതായും കോർപ്പറേഷൻ അറിയിച്ചു. ജനുവരി 4-നാണ് കൗമാര കലോത്സവത്തിന് തിരിതെളിയുക. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും മത്സരാർത്ഥികളെ വരവേൽക്കാൻ തയ്യാറായെന്നും ജില്ലാ കളക്ടർ NV ദേവിദാസ് പറഞ്ഞു. കോഴിക്കോട് നിന്ന് 2-ാം തീയതി സ്വർണ്ണക്കപ്പുമായുള്ള യാത്രയ്ക്ക് 3-ാം തീയതി കൊല്ലം ആശ്രമ മൈതാനത്ത് സ്വീകരണം നൽകും. തുടർന്ന് ഘോഷയാത്രയും ഉണ്ടാകും. ജില്ല എല്ലാ രീതിയിലും സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിവിധ വകുപ്പുകളുടെ നടപടികൾ, അവരെന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ജോലികളാണ് നിർവഹിക്കേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇത്രയധികം ജനങ്ങളിവിടെ കൂടിച്ചേരുന്നതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കലോത്സവത്തിന് പ്രധാന വെല്ലുവിളിയായി നിന്നത് മാലിന്യ നിർമ്മാർജ്ജനമായിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും ഉൾപ്പെടെ എല്ലാ മാലിന്യങ്ങളും സംസ്കരിക്കാൻ പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് കൊല്ലം കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ വ്യക്തമാക്കി. ഇവിടെ ഉത്ഭവിച്ചു വരുന്ന പ്ലാസ്റ്റിക്കും മറ്റ് ജൈവ മാലിന്യങ്ങളും ഹരിതകർമ്മസേനയും വോളണ്ടിയേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ശേഖരിച്ച് അതിൻ്റെ മാലിന്യ സംസ്കരണം കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെയുള്ള ജൈവ മാലിന്യ സംസ്കരണ പദ്ധതികളും ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന കലോത്സവം 4-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് വിശിഷ്ടാതിഥിയായ നടൻ മമ്മൂട്ടി സമ്മാനങ്ങൾ നൽകും. കൂടാതെ ഇത്തവണ കുട്ടികൾ, രക്ഷകർത്താക്കൾ, ഉദ്യോഗസ്ഥർ, കാണികൾ ഉൾപ്പെടെ എല്ലാവരെയും ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.